ഓക്കെ, ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററാണ് ഞാൻ എടുക്കുന്നത്. നോക്കൂ, 2 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ഐസോസെൽസ് ട്രയാങ്കിൾ അല്ലേ, ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിളാണ്. ഈ 2 വശവും ഈക്വലായിട്ടുള്ള ഐസോസെൽസ് ട്രയാങ്കിൾ. നമുക്കറിയാം, ഈ 2 വശവും ഈക്വലാകുമ്പോഴാണ് അത് ഐസോസെൽസ് ട്രയാങ്കിൾ. അടുത്ത് വേറൊന്ന് വരച്ചിട്ടുണ്ട്, നമുക്ക് പരിചിതമായിട്ടുള്ള ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ 3 വശവും ഈക്വലായിട്ട് വരുന്നതാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. നോക്കൂ, ഐസോസെൽസ് ട്രയാങ്കിളിനെ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് എന്തായി കിട്ടും? സെറ്റ് സ്ക്വയർ ആയി കിട്ടും. ഏത് സെറ്റ് സ്ക്വയർ ആയിട്ട്? 45, 45, 90 എന്നുള്ള സെറ്റ് സ്ക്വയർ ആയിട്ട് മാറും അല്ലേ? 45, 45, 90 എന്നുള്ള സെറ്റ് സ്ക്വയർ ആയി മാറും. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതായത് ഐസോസെൽസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഐസോസെൽസ് റൈറ്റ് ട്രയാങ്കിളായിട്ട് മാറും. അതുതന്നെയാണ് നമ്മുടെ സെറ്റ് സ്ക്വയർ അല്ലേ? 45, 45, 90 എന്ന് പറയുന്ന സെറ്റ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ 2 വശമാണ്, ബേസും അൾട്ടിറ്റ്യൂഡുമാണ് ഈക്വൽ. അപ്പോൾ അതിന് നമുക്ക് 1 കൊടുക്കാം അല്ലേ? ഇത് 1 സെൻറ്റിമീറ്റർ, അതുപോലെ ഇതും 1 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കിവിടെ ഏതാണ് ഇല്ലാത്തത്? ഹൈപ്പോട്ടന്യൂസ് ആണ് ഇല്ലാത്തത് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് കാണാൻ എന്താണ് ഇക്വേഷൻ? ഹൈപ്പോട്ടന്യൂസ് ദ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസ് 1 ആൾട്ടിറ്റ്യൂഡും 1. അപ്പോൾ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, 1 സ്ക്വയറിൻ്റെ സ്ക്വയർ എപ്പോഴും എത്ര തന്നെയാണ്? 1. വീണ്ടും 1. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. ഇതിൽ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ടാവും. ഓക്കെ, സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ടാവും. 1 + 1 എത്രയാണ്? 1 + 1 ദാറ്റ് ഈസ് √2. 2ന് റൂട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെങ്ങനെയായി മാറും? ഹൈപ്പോട്ടന്യൂസ് √2. അപ്പോൾ നമുക്കിവിടെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. എന്താണ് റേഷ്യോ? 1:1 √2. 1:1 √2. 1:1 √2. അപ്പോൾ 45, 45, 90 എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1:1:2. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ട്രിഗണോമെട്രിയുടെ ബേസാണ്. വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതവിടെ തീർന്നു. ഇതേതിൻ്റെയാണ്? 45, 45, 90. ഇനി നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു അല്ലേ? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഈക്വലായിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നപ്പോൾ ഇത് 3 വശവും ഈക്വലായിരുന്നു അല്ലേ? നോക്കൂ, ഇവിടെയും 2 ആയിരുന്നു, ഇവിടെയും 2 ആയിരുന്നു, ഇവിടെയും 2. ഓക്കെ, അതിനെയാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വേറൊരു സവിശേഷതയാണ് ഓരോ ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഞാനിങ്ങനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയായി മാറി? 30 ഡിഗ്രി, 60 ഡിഗ്രി, ഇവിടെയോ 90 ഡിഗ്രി. അപ്പോൾ ഇതെന്താണ്? നമ്മുടെ ബോക്സിനകത്തിരിക്കുന്ന, ഏത് ബോക്സാണ്? ജോമെട്രി ബോക്സിനകത്തിരിക്കുന്ന സെറ്റ് സ്ക്വയർ. ഏത് മെഷറിലെ സെറ്റ് സ്ക്വയറായി? 30, 60, 90. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയിലുള്ള ഇവിടെ സെറ്റ് സ്ക്വയർ ആയിട്ട് ഇത് മാറി. ഓക്കെ,
നോക്കൂ, ഞാൻ പറഞ്ഞു ഇവിടെയും ഇക്വലാറ്ററൽ 3 വശവും ഈക്വലാണ്. ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെയും 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് 1, ഇത് 1. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ വേണമെങ്കിൽ പേര് കൊടുക്കാം, ABCD. ABCD. അപ്പോൾ നമ്മളെടുത്ത് ട്രയാങ്കിൾ 2 ഈക്വൽ തന്നെയാണ്. നമ്മൾ ഏതെടുക്കാം? ADC അല്ലേ? ADC ട്രയാങ്കിൾ ADC. ഓക്കെ, ട്രയാങ്കിൾ ADC. അതിൽ നോക്കൂ, AD ട്രയാങ്കിൾ ADC അല്ലേ? അതിൽ AD എത്രയാ? AD ഈസ് ഈക്വൽ ടു, അറിയില്ല, AD നമുക്കറിയില്ല അല്ലേ? DC അറിയാമോ? DC ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. അടുത്തോ AC ഉണ്ടല്ലോ, AC ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. അപ്പോൾ AD അറിയില്ല. ഈ AD എന്ന് പറയുന്ന ആരാ? ആൾട്ടിറ്റ്യൂഡാണ്. AD എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എന്താണിത്? പൈതഗോറസ് തിയറം. ആൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഹൈപ്പോട്ന്യൂസ് മൈനസ്, നോക്ക്, ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇട്ട് കൊടുക്കുക. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? അറിയില്ല. ഹൈപ്പോട്ന്യൂസ് ഏതാണ്? AC എന്ന് പറയുന്നത് 2 ആണ്. 2 സ്ക്വയർ മൈനസ് ബേസ് എത്രയാണ്? DC 1 സ്ക്വയർ. നോക്കൂ, 2 സ്ക്വയർ 4 ആണ്, മൈനസ് 1 സ്ക്വയർ 1 ആണ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ടായി മാറും. എല്ലാം പഠിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മൈനസ് 1, ദാറ്റ് ഈസ് 4 മൈനസ് 1 ഈസ് ഈക്വൽ ടു 3, റൂട്ട് 3. അപ്പോൾ നമുക്ക് ഏതാണ് റൂട്ട് 3 എന്ന് കിട്ടിയത്? ആൾട്ടിറ്റ്യൂഡ് അല്ലേ? 1 2 റൂട്ട് 3, 1 2 റൂട്ട് 3. അപ്പോൾ അതെങ്ങനെ റേഷ്യോയിൽ എഴുതും? 1:2 റൂട്ട് 3:2. 1:2 റൂട്ട് 3:2. ഓക്കെ, 2 റേഷ്യോ മനസ്സിലായെന്ന് കരുതുന്നു. വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഇതെങ്ങനെ വന്നെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. 30 60 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 റൂട്ട് 3:2. അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിക്ക് നന്നായി മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇന്നത്രയും മതി. അപ്പോൾ ഇത് നന്നായിട്ട് നോക്കി വയ്ക്കുക. അടുത്ത പ്രോബ്ലവുമായിട്ട് എത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.